ഹായ്, ഇന്നലെ നോമിനേഷൻ തീർച്ചയായും നല്ല രീതിയിൽ നോമിനേഷൻ നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിനു മുൻപ് ബിന്നി ഈ പറയുന്ന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതിന് കുറേ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഷാനവാസ് എതിർത്ത് സംസാരിക്കുന്നു ബിന്നിയോട്. അതായത് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് എതിർത്ത് സംസാരിക്കുന്നു. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഇതെന്റെ സ്പേസ് ആണ്, ഇതെന്റെ സ്പേസ്, നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല, ഇതെന്റെ സ്പേസ് ആണ്. അപ്പൊ പിന്നെയും ഷാനവാസ് സംസാരിക്കുന്നു. അപ്പൊ ബിന്നി വീണ്ടും പറയുന്നു, എന്തേ പ്രവോക്ക് ആവുന്നുണ്ടോ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഷാനവാസിനെ അങ്ങ് ഇരുത്തി കളയുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. വീണ്ടും ബിന്നി പറയുന്നു, നിനക്ക് പ്രവോക്ക് ആവുന്നുണ്ടോ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ, അതായത് കളിയാക്കിക്കൊണ്ട് തന്നെ ഷാനവാസിനോട് സംസാരിക്കുന്നു. പിന്നീട് ഷാനവാസ് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. അതിന് കാരണം പറയുമ്പോൾ ബിന്നി എതിർത്ത് സംസാരിക്കുന്നു. അപ്പോൾ ബിന്നി എന്താണോ ചെയ്തത് അതേ കാര്യം ഷാനവാസ് തിരിച്ചു ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ച് പറയുന്നു. അത് ഏഷ്യനെറ്റ് എപ്പിസോഡിൽ കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏഷ്യനെറ്റ് നമുക്ക് കാണിച്ചു തരാനുള്ള കാരണം പകരം തീർക്കുന്നത് കൊണ്ട് തന്നെയാണ്, നമ്മൾ അറിയാൻ വേണ്ടി തന്നെയാണ് അത് കാണിച്ചു തന്നത്. ഷാനവാസ് തിരിച്ച് ബിന്നിയോട് പറയുന്നു, ഇതെന്റെ സ്പേസ് ആണ്, നീ ഇവിടെ സംസാരിക്കണ്ട, ഇതെന്റെ സ്പേസ് ആണ് എന്ന്. അതായത് ബിന്നി പറഞ്ഞ സെയിം കാര്യം, ഇതെന്റെ സ്പേസ് ആണ് എന്ന് ഷാനവാസ് ബിന്നിയോട് പറയുന്നു. അതിനുശേഷം വീണ്ടും ബിന്നി സംസാരിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, നീ പ്രവോക്ക് ആവുന്നുണ്ടോ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടി എന്നുള്ള രീതിയിൽ തിരിച്ച് ബിന്നിക്ക് പണി കൊടുക്കുന്നു. തീർച്ചയായും ഗംഭീരമായി. അതായത് ഷാനവാസിനെ ബിന്നി കളിയാക്കി വിട്ടു, തിരിച്ച് ബിന്നിയെ കളിയാക്കി ഷാനവാസും വിട്ടു. അതുപോലെ തന്നെ ഇവർക്ക് നോമിനേറ്റ് ചെയ്യാൻ അറിയില്ല. അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ആർക്കും തന്നെ കൃത്യമായ നോമിനേഷൻ എങ്ങനെയാണ് വേണ്ടത്, ആരൊക്കെയാണ് നോമിനേഷനിൽ വരേണ്ടത്. അതായത് ബിഗ് ബോസ് സീസൺ 7 തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 4 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ട് ഇടണം. അതാണ് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ആദില രക്ഷപ്പെട്ടു, ആര്യനും നൂറിയും രക്ഷപ്പെട്ടു. ആദില ക്യാപ്റ്റൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഓക്കെ. ആര്യനും നൂറിയും എങ്ങനെ രക്ഷപ്പെട്ടു? തീർച്ചയായും അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ പിടിപ്പുകേട് തന്നെയാണ്. ഷാനവാസിന് വന്നിരിക്കുന്നത് 4 വോട്ടാണ്. എന്തിനാണ് 4 വോട്ട്? 2 വോട്ട് വന്നാൽ തന്നെ ഷാനവാസ് നോമിനേഷനിൽ വരും. പിന്നെയും ഷാനവാസിനെ വോട്ട് ചെയ്ത മണ്ടന്മാർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് അവർക്ക് ഈ പറയുന്ന ആരിനെയോ നൂറിയെയോ പിടിച്ചിടാം. അവരിത് ചെയ്തില്ല. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അവസാന സമയമാണ്, ആർക്ക് വേണമെങ്കിലും പുറത്തു പോവാം. ആ സമയത്ത് എല്ലാവരെയും അവിടെ പിടിച്ചിടണം. ഇപ്പോൾ പുറത്തു പോവാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ലക്ഷ്മി, മറ്റൊന്ന് ബിന്നി, സാബുമാൻ, നെവിൻ. ഇവരിൽ ഒരാളായിരിക്കും പുറത്തു പോവുക. ആരിനുണ്ടായിരുന്നു എങ്കിൽ അയാൾക്കും അവിടെ സാധ്യതയുണ്ട്. നൂറ വന്നാലും പുറത്തു പോവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കാരണം ആദിലയുടെ വോട്ട് നൂറയ്ക്ക് കയറും. നൂറയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ ആര്യൻ, അയാൾ രക്ഷപ്പെട്ടു. ഇവിടെ എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടിടണം. അതിനുള്ള ബോധം അവിടെയുള്ള ആർക്കുമില്ല. എന്തായാലും സംഗതിയൊക്കെ ആളി കത്തുന്നുണ്ട്. ഇന്ന് മുട്ടൻ പണിയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. അതെന്താണ് എന്ന് നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.